ഹേ ഇത് നിമിഷ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് സ്മിറ്റൺ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. സ്മിറ്റണിൽ നിന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാ നോക്കിയേ, എല്ലാം സാമ്പിൾ മിനി സാമ്പിൾ സൈസുകളാണ്. കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലുള്ള സൈസ് പ്രോഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ഇത് ഞാനിപ്പോൾ ഒരു 1-2 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു 15+ പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും റിവ്യൂ ഒന്ന് കണ്ടാലോ. ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ജെൻറ്റിൽ ക്ലീൻ മോയ്സ്ചറൈസിങ് വൈപ്സ്. ഇതിനകത്ത് ആലോവേര എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഞാനിത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി കേട്ടോ. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. 25 പീസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ ഷീറ്റ് എടുത്ത് നമുക്ക് വൈപ്സ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫേഷ്യൽ വൈപ്സ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ഹൈഡ്രേഷൻ ഉള്ള ടൈപ്പ് വൈപ്സ് ആണ്. ഇതിനകത്ത് വാട്ടറി കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യുന്നത് ആ ഒരു എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാനിത് സാധാരണ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഫേസ് നല്ല ഡള്ളായിട്ട് ഡേർട്ടായിട്ടൊക്കെ ഇരിക്കുക. ആ ഒരു ടൈമിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് എനിക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എനിക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു ട്രസ്റ്റബിൾ പ്രോഡക്റ്റാണ്. 100% വർത്താണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് 100% വർത്താണ് കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് ദ ലവ്കോ റോസ് വാട്ടർ വിത്ത് വിറ്റാമിൻ സി ആണ്. ഇതൊരു ടോണറാണ് കേട്ടോ. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ടോണർ ഇതാണ്. നല്ല സ്മെല്ലാണ്, നല്ല ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടോണിങ് എഫക്റ്റ്, നല്ലൊരു ഹൈഡ്രേഷൻ ഫീൽ നൽകുകയെ. ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് നല്ല ഫേസ് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് അങ്ങ് അബ്സോർവ് ആവുകയും ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ പാറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല രീതിക്ക് ഇത് അബ്സോർവ് ആകുന്നുണ്ട് ഫേസിലേക്ക്. അതിന് ശേഷമാണ് ഞാൻ ബാക്കി സ്കിൻ കെയർ എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇത് പിൽഗ്രിമിൻ്റെ വൈറ്റ് ലോട്ടസ് നാച്ചുറൽ ഫേസ് മിസ്റ്റ് ആൻഡ് ടോണറാണേ. ഈ പിൽഗ്രിമിൻ്റെയും ലവ്കോയുടെയൊക്കെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സ്മിറ്റണിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ കോഡും കൊടുത്തിട്ടുണ്ട്. അതുവഴി പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ട്രയൽ പോയിന്റ് കിട്ടും കേട്ടോ. ഇതിന് നല്ല ഫ്രാഗ്രൻസ് ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റാണ് എംകഫേൻ്റെ കോഫി ബോഡി വാഷ് വിത്ത് ബെറീസ്. ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ എനിക്കങ്ങ് തിന്നാൻ തോന്നും കേട്ടോ. അതാണ് എൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ, എനിക്കങ്ങനെ തിന്നാൻ തോന്നുന്നുണ്ട്. ഇതിലെ ബെറിയുടെ എക്സ്ട്രാക്ട്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ആ സ്മെല്ലിൽ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും എല്ലാം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് എംകഫേൻ്റെ തന്നെ ഡീറ്റാൻ ബോഡി വാഷാണ്. എനിക്ക് കുറച്ചുകൂടി വർത്തായിട്ട് തോന്നിയിട്ടുള്ള ഡീറ്റാൻ ബോഡി വാഷാണ്. നന്നായിട്ട് ആ ടാൻ പോകുന്നുണ്ട്. ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സാമ്പിൾ പ്രോഡക്റ്റാണ്. ഇത് ഓൾറെഡി തീർന്നിരിക്കുകയാണ്. എനിക്കിനി ഇതൊന്നുകൂടി ഓർഡർ ചെയ്യണം. നല്ലൊരു വർത്ത് പ്രോഡക്റ്റാണ്. 100% വർത്ത് പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്താണ് മൊവാറ്റയുടെ സ്നെയിൽ സിൽക്ക് ഹെയർ ഗ്രോത്ത് സെറം. ഇതിന് ഞാൻ 101% ഗ്യാരണ്ടി നൽകുകയാണ്. എനിക്ക് ആ ബേബി ഹെയർസ് വന്നിട്ടുള്ളത് കണ്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ്. ഞാൻ അവിടെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി തീർന്ന ബോട്ടിലാണ്. ഞാൻ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം ഒന്നുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് രണ്ടാമത്തത്. ഇതിപ്പോൾ പുതിയതാണ് കേട്ടോ. ഇത് ഞാൻ ഒന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയാണ് ഹെയർ ഫോൾ ഉള്ളതെന്ന് അല്ലെങ്കിൽ ഹെയർ ലോസ് ഉള്ളതെന്ന് തോന്നുന്നു അവിടെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. എനിക്ക് ആ ഒരു നെറ്റി ഭാഗത്താണുള്ള മുടി കുറവ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബേബി ഹെയർസ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ 2-3 ഡ്രോപ്സ് ഇറ്റിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മാത്രം മതി. ഏറ്റവും നല്ലത് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് മുന്നേ ഒന്ന് ഹെയറിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തതാണ് സാഗി അപ്പോത്തിക്കരിയുടെ സാഫ്രോൺ ഊത് ബോഡി മിസ്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നല്ലൊരു പെർഫ്യൂമാണ്. നമുക്ക് പോർട്ടബിൾ ആണ്. എവിടെ വേണമെങ്കിലും പോക്കറ്റിലൊക്കെ നടക്കാൻ പറ്റുന്നതാണ്. ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഊതിൻ്റെ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. ഏകദേശം അത്ര ക്വാണ്ടിറ്റി ആയി. നല്ല വർത്ത് സാധനമാണ്. ഒരു സാമ്പിൾ ട്രയൽ പാക്കിൽ നോക്കുമ്പോൾ വർത്തായിട്ടുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ അത്. അടുത്തത് ബെല്ലാവസ്റ്റയുടെ ഒരു നെയിൽ പോളിഷാണ്. നല്ല എന്താ പറയുക, റെഡ് വൈൻ കളറാണ്. പക്ഷേ ഞാൻ 2 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്രോഡക്റ്റാണ്. നെയിൽ പോളിഷ് ഇട്ട് കഴിയുമ്പോഴത്തേനും ആ ഒരു ഡ്രൈ ആകുമ്പോഴത്തേനും അതിൻ്റെ കളർ നന്നായിട്ട് ഡിം ആവുന്നുണ്ട്. ആ ഒരു ഗ്ലേസിങ്, ആ ഒരു നല്ല ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ 2 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുക്കത്തുള്ളൂ. അടുത്തത് ഒരു BB ക്രീമാണ്. OTG BB ക്രീം ബ്യൂട്ടി ബാം. ഇത് എന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ എത്ര എമൗണ്ട് എടുക്കണം എന്നറിയാത്തവർക്കൊക്കെ ഈ BB ക്രീം യൂസ് ചെയ്യാൻ പറ്റും. ഞാനും ഒരു മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല, സ്കിൻ കെയർ മാത്രമേ ചെയ്യാറുള്ളൂ.
അപ്പം ഞാൻ സാധാരണ പുറത്തൊക്കെ പോകുമ്പോഴത്തേന് ഈ ഒരു BB ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വർത്താണ്. നോക്കിയും വൈബ്സിൻ്റെ യൂസ് നോക്കിയേ, എത്രത്തോളം അതിനകത്ത് അബ്സോർവ് ആയിട്ടാണ് നോക്കിയേ. BB ക്രീം, ആ ഒരു മേക്കപ്പ്. അപ്പം നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാനും ഈ ഒരു വൈബ്സ് യൂസ് ചെയ്യാം കേട്ടോ. അടുത്തത് നിവ്യ ക്രീമാണ്. ജസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് ബോഡിയിലും ഹാൻഡിലും ലെഗിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാം, നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലൊരു നിവ്യയെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ടതില്ലല്ലോ അല്ലേ. നിവ്യ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വർത്തി പ്രോഡക്റ്റാണേ. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവേ. അടുത്തത് നിങ്ങൾക്ക് ഞാൻ മുമ്പേ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണണേ. പിൽഗ്രിമിൻ്റെ 24K ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ്. ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടിട്ട് വരാം. ഓക്കെ. അടുത്തത് ഒരു പിൽഗ്രിമിൻ്റെ തന്നെ ഗ്ലോ സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇത് നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു 10-15 മിനിറ്റ് മുന്നേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ ഈ പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ ആഴ്ചയിൽ 2-3 തവണ മാത്രം യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് PM സ്കിൻ കെയർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. മണം അത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ പ്രോഡക്റ്റ് 100% വർത്താണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫേവററ്റ് ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ഐലൈനറാണ് കേട്ടോ. ജസ്റ്റ് ഹബ്സിൻ്റെ ഐലൈനറാണ്. എന്താ പറയുക, നല്ലൊരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. സ്മോക്കി ചാർക്കോൾ കളറാണ് കേട്ടോ. ഞാനിത് എൻ്റെ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഇത് ഡ്രൈ ആവും കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്മഡ്ജ് പ്രൂഫാണ്. കണ്ണിൻ്റെ മുകളിലൊന്നും പറ്റിപ്പിടിക്കത്തില്ല. വാട്ടർ പ്രൂഫാണ്. ഒരു എന്താ പറയുക, ബ്ലാക്ക് കളറല്ല, ഒരു സ്മോക്കി ചാർക്കോൾ കളറാണ് കേട്ടോ. അടുത്തതെന്ന് പറയുമ്പോൾ നിവ്യ സോഫ്റ്റ് ഡെയിലി UV ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം സാഷയാണ്. ഇതൊരു SPF ഉള്ള ഒരു സാഷയാണ് കേട്ടോ. നിങ്ങൾക്കത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പോലെ ബോഡിയിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ട്രയലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. ഒരു 50-50 റേറ്റിംഗ് ഞാൻ നൽകും കേട്ടോ. എനിക്ക് അത്ര വർത്തിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ട്രയൽ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രയൽ യൂസ് ചെയ്ത് നോക്കാം. അടുത്തത് ഒരു പൗച്ചാണേ. ഇതും 100% വർത്തി പ്രോഡക്റ്റാണ്. സ്മിറ്റൻ്റെ പ്രോഡക്റ്റാണ് ഇത് കേട്ടോ. ഇത് സ്മിറ്റൺ മൾട്ടി യൂട്ടിലിറ്റി ലെതർ പൗച്ചാണ്. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഇപ്പം പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൺസ്ക്രീൻ, ബേസിക്കുള്ള സൺസ്ക്രീൻ, ഇത് കണക്കത്തെ ടോണർ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, വേണമെങ്കിൽ സാനിറ്ററി നാപ്കിൻസ്, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു കുഞ്ഞു പൗച്ചാണ്. ഇതിൻ്റെ ഗ്രേ കളറാണ് ഞാൻ വാങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കളറുകൾ, ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് ഇതിൽ നിന്ന് എനിക്ക് ഫ്രീ കിട്ടിയ, സ്മിറ്റണിൽ നിന്ന് ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയ ഒരു സാധനമാണേ. ഇത് നിവ്യയുടെ പേൾ ആൻഡ് ബ്യൂട്ടി ഡ്യൂഡറൻറ്റ് റോളോൺ ആണ്. ആൻഡ്രാം റോളോൺ ആണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല വർത്ത് പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതി. അപ്പം ഇത് ട്രയൽ പ്രോഡക്റ്റ് അല്ല കേട്ടോ. ഇത് 100% ഫുൾ ഒറിജിനൽ പ്രോഡക്റ്റാണിത്. അപ്പം ഇത്രയൊക്കെയാണ് പ്രോഡക്ട്സുകൾ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സ്മിറ്റണിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ എൻ്റെ റെഫറൽ കോഡും കൊടുത്തേക്കാം. അതുവഴി പർച്ചേസ് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടും. ടാറ്റ ബൈ ബൈ. ഒരു ഹാപ്പി ന്യൂസും പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.